ഈ സെഷനിൽ ആൻറ്റി ഡിപ്രസൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡിപ്രഷൻ? ഡിപ്രഷൻ ഒരു ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സൈക്കാട്രിക് ഇൽനെസ് ആണ്. എന്തൊക്കെയാണ് ഡിപ്രഷനിലുണ്ടാവുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്? ഒന്ന്, പേഷ്യൻ്റ് സാഡായിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും, പ്രത്യേകിച്ച് ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു മൂഡില്ലാത്ത അവസ്ഥ, ഭാവിയെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഡിപ്രഷനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ഡെയിലി ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യും. വർക്ക് ചെയ്യാൻ, പഠിക്കാൻ, ഉറങ്ങാൻ, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാൻ ഒന്നും ആ വ്യക്തിക്ക് കഴിയാതെ വരുന്നു. ട്രീറ്റ്മെൻറ്റിന് 2 മെത്തേഡ്സാണുള്ളത്. ഒന്ന് ഫാർമക്കോളജിക്കൽ മെത്തേഡ്, 2 നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്. ഫാർമക്കോളജിക്കൽ മെത്തേഡ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ് കൗൺസിലിങ്, ബിഹേവിയറൽ തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മെത്തേഡാണ്. ഡിപ്രഷൻ്റെ ഫിസിയോളജിക്കൽ റീസൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്. എല്ലാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അല്ല, അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറെഡ്രിനാലിൻ, അതുപോലെ സിറോട്ടോണിൻ, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഡെഫിഷ്യൻസി, അതിൻ്റെ ആക്ടിവിറ്റി കുറയുന്ന കേസിലാണ് ഡിപ്രഷൻ ഉണ്ടാവുന്നത്. ഡിപ്രഷൻ്റെ ഫിസിയോളജിക്കൽ റീസൺ ഒന്നുകൂടി പറയാം. അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ ആൻഡ് സെറോട്ടോണിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ മെക്കാനിസവും നമുക്ക് ഊഹിക്കാം. ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്ന ഏതൊരു ഏജൻറ്റും ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ആ പറഞ്ഞ ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റ്, ഷോർട്ടായിട്ട് TCA എന്നാണ് പറയുക. TCAയിൽ വരുന്ന ഡ്രഗ്സാണ് അമിട്രിപ്റ്റിലിൻ, നോർട്രിപ്റ്റിലിൻ, പ്രോട്രിപ്റ്റിലിൻ, ഡെസിപ്രാമൈൻ, ഇമിപ്രാമൈൻ, ക്ലോമിപ്രാമൈൻ, ട്രിമിപ്രാമൈൻ, ഡോക്സപ്പിൻ ആൻഡ് അമോക്സാപ്പിൻ. അടുത്ത ക്ലാസ് സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, ഷോർട്ടായിട്ട് SSRI എന്നാണ് പറയുക. SSRIയിൽ വരുന്ന ഡ്രഗ്സാണ് സിറ്റാലോപ്രം, എസിറ്റാലോപ്രം, ഫ്ലൂഓക്സെറ്റിൻ, പാരോക്സെറ്റിൻ, ഫ്ലൂഓക്സാമൈൻ, സെർട്ടാലിൻ എക്സെട്ര. അടുത്ത ക്ലാസ്സാണ് സെറോട്ടോണിൻ ആൻഡ് നോറെഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. അതിന് ഷോർട്ടായിട്ട് SNRI എന്നാണ് പറയുക. അതിൽ വരുന്ന ഡ്രഗ്സാണ് ഡ്യൂലോക്സെറ്റിൻ ആൻഡ് വെൻലാഫാക്സിൻ. അടുത്ത ക്ലാസ്സാണ് നോറെഡ്രിനാലിൻ ആൻഡ് ഡോപ്പമിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. അതിന് ഷോർട്ടായിട്ട് NDRI എന്ന് പറയും. അതിൽ വരുന്ന ഒരു ഡ്രഗാണ് ബുപ്രോപ്പയോൺ. അടുത്തൊരു ക്ലാസ്സാണ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്, ഷോർട്ടായിട്ട് MAOI എന്നാണ് പറയുക. അതിൽ ഡ്രഗ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ജനറേഷൻ ഏജൻസ് എന്നും സെക്കൻഡ് ജനറേഷൻ ഏജൻസ് എന്നും.
ഫസ്റ്റ് ജനറേഷൻ ഏജൻസിൽ വരുന്ന ഡ്രഗ്സാണ് നിയാലമൈഡ് ആൻഡ് ഐസോകാർബോക്സസൈഡ്. സെക്കൻഡ് ജനറേഷനിൽ വരുന്ന ഏജൻസ് ആണ് ക്ലോർജിലിൻ ആൻഡ് സെലിജിലിൻ. ഇതിൽ ക്ലോർജിലിൻ മോണോ അമൈൻ ഓക്സിഡേസ് എയുടെ ഇൻഹിബിറ്ററാണ്. സെലിജിലിൻ മോണോ അമൈൻ ഓക്സിഡേസ് ബിയുടെ ഇൻഹിബിറ്റേഴ്സാണ്. മോണോ അമൈൻ ഓക്സിഡേസ് 2 എൻസൈംസ് ഉണ്ട്. മോണോ അമൈൻ ഓക്സിഡേസ് എയും മോണോ അമൈൻ ഓക്സിഡേസ് ബിയും. ഇനി ഈ ഓരോ ക്ലാസ്സസിൻ്റെയും ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. സെപ്പറേറ്റ് ആയിട്ട് ഈ ക്ലാസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? അവിടെയുള്ള ഫിഗറിൽ അത് കാണാം. സിനാപ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. 2 ന്യൂറോൺസ് ജോയിൻ ആവുന്ന ആ ഒരു പ്ലേസാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് നെർവ് ഇമ്പൾസസ് കൺവേ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് സിനാപ്സ്. സിനാപ്സിൽ നെർവ് ഇമ്പൾസ് കൺവേ ചെയ്ത് അടുത്ത ന്യൂറോണിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഒരു സിനാപ്സിൻ്റെ ഫസ്റ്റ് എൻഡിലുള്ള ന്യൂറോൺസിനെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നും അതർ എൻഡിലുള്ള ന്യൂറോണിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നും പറയുന്നു. അപ്പോൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. സിനാപ്സിലെത്തിക്കഴിയുമ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഡിഫ്യൂസ് ചെയ്ത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിൻ്റെ സർഫസിലുള്ള റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇമ്പൾസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ ജനറേറ്റ് ചെയ്യുന്നു. അത് കണ്ടക്ട് ചെയ്ത് അടുത്തൊരു സിനാപ്സിലേക്ക് എത്തുന്നു. അവിടെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ ബൈൻഡ് ചെയ്തിട്ട് ആ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് അത് പിന്നീട് തുടർന്ന് അങ്ങോട്ട് കൺവേ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് സിനാപ്റ്റിക് ലെഫ്റ്റിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ തിരിച്ച് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിലേക്ക് വലിച്ചെടുക്കും. ഇതിനെയാണ് റീ അപ്ടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീ അപ്ടേക്ക് ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസ് ആണ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്. ഈ റീ അപ്ടേക്ക് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സിനാപ്റ്റിക് ലെഫ്റ്റിൽ കുറേ നേരം വളരെ കൂടുതൽ കോൺസെൻട്രേഷനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് നോറെപ്പിനെഫ്രിൻ്റെയും 5-HT അല്ലെങ്കിൽ സെറോട്ടോണിൻ, 5-HTനെ തന്നെയാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്, 5-HTയുടെയും നോറെപ്പിനെഫ്രിൻ്റെയും റീ അപ്ടേക്കിനെ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ബ്ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് സിനാപ്റ്റിക് ലെഫ്റ്റിൽ നോറെപ്പിനെഫ്രിൻ്റെയും സെറോട്ടോണിൻ്റെയും കോൺസെൻട്രേഷൻ കൂടും. റീ അപ്ടേക്ക് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നോറെപ്പിനെഫ്രിൻ്റെയും സെറോട്ടോണിൻ്റെയും കോൺസെൻട്രേഷൻ സിനാപ്റ്റിക് ലെഫ്റ്റിൽ കൂടും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി കൂടും. നമുക്കറിയാം ഡിപ്രഷനിലുള്ള മെയിൻ പ്രോബ്ലം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി കുറയുന്നതാണ്. അപ്പോൾ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള സെറോട്ടോണിൻ്റെയും നോറെപ്പിനെഫ്രിൻ്റെയും ആക്ടിവിറ്റി കൂട്ടുന്നത് കാരണം ഡിപ്രഷനിൽ നിന്ന് റിലീഫ് ഉണ്ടാവുന്നു. ഈ മെക്കാനിസം തന്നെയാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്.
ഫിഗർ പഠിക്കണം, നിർബന്ധമായിട്ട് എക്സാമിന് ഈ ഫിഗർ വരയ്ക്കണം. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. ഈ ഡ്രഗ്സിന് പ്രോട്ടീൻ ബൈൻഡിങ് വളരെ കൂടുതലാണ്. ബ്ലഡിലും ടിഷ്യൂവിലുമുള്ള പ്രോട്ടീൻസുമായിട്ട് ഈ ഡ്രഗ്സ് നന്നായിട്ട് ബൈൻഡ് ചെയ്യും. ഡിസ്ട്രിബ്യൂഷനും വളരെ കൂടുതലാണ്. ഇതിന് വോളിയൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണ്, അതുപോലെ ലിപ്പിഡ് സോലുബിലിറ്റിയും കൂടുതലാണ്. വോളിയൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ബോഡിയിലെ പല ഏരിയാസിലേക്കും ഈ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ലൈക്ക് മയോകാർഡിയം, ലിവർ, കിഡ്നി, ലങ്സ്, ബ്രെയിന്, ഈ ഏരിയയിലൊക്കെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബ്രെയിനിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ബ്രെയിനിലാണ് ഈ ഡ്രഗ്സ് ആക്ട് ചെയ്യേണ്ടത്. ബ്രെയിനിലുള്ള സിനാപ്സ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലാണ് ഈ ഡ്രഗ്സ് ആക്ട് ചെയ്യേണ്ടത്. ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ നിന്ന് നോറെപ്പിനെഫ്രിൻ്റെയും സെറോട്ടോണിൻ്റെയും റീഅപ്ടേക്കാണ് ഈ ഡ്രഗ്സ് ബ്ലോക്ക് ചെയ്യേണ്ടത്. സോ ബ്രെയിനിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ നടന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതിൻ്റെ മെറ്റബോളിസത്തിൽ ഒരു പോയിൻ്റ് പറയാനുള്ളത്, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചില ഡ്രഗ്സൊക്കെ പ്രോഡ്രഗ്സ് ആണ്. എക്സാമ്പിൾ, ഡെസിപ്രാമൈൻ എന്നുള്ളതൊരു ഡ്രഗിൻ്റെ പ്രോഡ്രഗാണ് ഇമിപ്രാമൈൻ. ഇമിപ്രാമൈൻ ബോഡിക്കകത്ത് വെച്ച് കൺവേർട്ട് ചെയ്ത് മെറ്റബോളിസം നടന്നതിന് ശേഷം ഡെസിപ്രാമൈനായി മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ അമിട്രിപ്റ്റിലിൻ എന്നുള്ളത് നോർട്രിപ്റ്റിലിൻ്റെ പ്രോഡ്രഗാണ്. ബോഡിക്കകത്ത് വെച്ചിട്ട് അമിട്രിപ്റ്റിലിൻ മെറ്റബോളൈസ് ചെയ്ത് നോർട്രിപ്റ്റിലിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നാലും, ഇമിപ്രാമൈൻ, ഡെസിപ്രാമൈൻ, അമിട്രിപ്റ്റിലിൻ, നോർട്രിപ്റ്റിലിൻ, ഇത് നാലും ഡ്രഗ്സായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ ഇമിപ്രാമൈൻ യൂസ് ചെയ്താൽ അത് ബോഡിക്കകത്ത് വെച്ച് ഡെസിപ്രാമൈൻ ആവും. ഇതിൽ അമിട്രിപ്റ്റിലിൻ യൂസ് ചെയ്താൽ അത് ബോഡിക്കകത്ത് വെച്ച് നോർട്രിപ്റ്റിലിൻ ആവും. TCA ക്ലാസിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ്, മെയിൻ യൂസ് ഡിപ്രഷനിലാണ്. നോർമലി നമ്മൾ മനസ്സിലാക്കുന്ന ഡിപ്രഷൻ, വളരെ സീരിയസ് ആയിട്ടുള്ള ഡിപ്രഷൻ, അതിനെയാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻഡോജീനസ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അതിൽ വരുന്ന ഒരു സബ് ടൈപ്പാണ് മെലാൻകോളിക് ഡിപ്രഷൻ. ഇവിടെ ഡിപ്രഷൻ തന്നെയാണ്, കുറച്ച് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിപ്രഷനാണ് മെലാൻകോളിക് ഡിപ്രഷൻ. ഡെയിലി ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റ് കുറയുക, ഹോപ്പ്ലെസ് ആവുക, സാഡ് ആവുക, ആങ്ഷ്യസ് ആവുക, എസ്പെഷ്യലി മോർണിംഗിലാണ് ഈ സിംറ്റംസ് കൂടുതലുണ്ടാവുക. അപ്പോൾ യൂസ് ഇങ്ങനെ പറയാം, മേജർ ഡിപ്രസീവ് ഡിസോർഡറിലാണ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് യൂസ് ചെയ്യുന്നത്. അതിലൊരു സബ് ടൈപ്പ് ആയിട്ടുള്ള മെലാൻകോളിക് ഡിപ്രഷനിലും യൂസ് ചെയ്യുന്നു. അടുത്തൊരു യൂസ് ആങ്സൈറ്റി സ്റ്റേറ്റിലാണ്. പാനിക് റിയാക്ഷൻ, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തോട് പേടി ഉണ്ടാവുന്ന കണ്ടീഷനാണിത്. ഈ പേടി കാരണം പേഷ്യൻറ്റിന് ഹാർട്ട് ബീറ്റ് കൂടുക, പാൽപിറ്റേഷൻ ഉണ്ടാവുക, ബ്രീത്ത്ലെസ്നെസ് ഉണ്ടാവുക, അങ്ങനെയുള്ള കണ്ടീഷനാണ് പാനിക് റിയാക്ഷൻ. അടുത്തൊരു യൂസ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറാണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ ചില ആൾക്കാർക്ക് ചില പ്രത്യേകതരം പേടികളുണ്ടാവും. ആ പേടികൾ കാരണം ഉണ്ടാവുന്ന, ആ പേടികളെ നമ്മൾ ഒബ്സഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന കമ്പൽസീവ് ബിഹേവിയർ, അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഫുള്ളി ആ പേഷ്യൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ജേംസിനെ പേടി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ പേടി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിക്കൊണ്ടിരിക്കുക, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ കൈ വൃത്തിയാക്കുക, ഇടയ്ക്കിടയ്ക്ക് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വളരെ അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ കൃത്യമായി വയ്ക്കാതെ ഓവറായിട്ട് ചെയ്യുക, അങ്ങനെയുള്ള ബിഹേവിയർ കാണിക്കുന്ന ഒരു ഡിസോർഡറാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഒബ്സഷൻസിൽ നിന്നുണ്ടാവുന്ന കമ്പൽഷൻ, പേടികളിൽ നിന്നുണ്ടാവുന്ന ഓവർ ആക്ടിവിറ്റി എന്ന് പറയാം. ആ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനും ആൻറ്റി ഡിപ്രസൻസ്, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തൊരു യൂസ് എന്യൂറസിസിലാണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന എന്യൂറസിസ്, അതുപോലെ എൽഡർലി പേഷ്യൻസിന് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഇൻകോണ്ടിനൻ്റ് എന്ന് പറഞ്ഞാൽ യൂറിൻ
ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അറിയാതെ യൂറിനേറ്റ് ചെയ്തു പോകുന്ന എൽഡർലി പേഷ്യൻസിനും ഉറക്കത്തിൽ യൂറിനേറ്റ് ചെയ്യുന്ന ചിൽഡ്രനും ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് യൂസ് ചെയ്യാറുണ്ട്. മറ്റൊരു യൂസ് പെയിനിലാണ്. നെർവ് റിലേറ്റഡ് പെയിൻസ് അല്ലെങ്കിൽ ന്യൂറാൾജിയാസ്, മസിൽ പെയിൻ അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയ, മൈഗ്രെയിൻ, ഈ കേസുകളിൽ ഇതിലെ ചില ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മൈഗ്രെയിനിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് ആണ് അമിട്രിപ്റ്റിലിൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ മറ്റ് യൂസസ് ക്രോണിക് ആൽക്കഹോളിസത്തിൽ യൂസ് ചെയ്യുന്നു. ബുളീമിയ, ഇതൊരു ഈറ്റിംഗ് ഡിസോർഡറാണ്. ഈറ്റിംഗ് ഡിസോർഡർ ഇൻ ദ സെൻസ് വളരെ കൂടുതൽ ഭക്ഷണം കഴിക്കുക, പക്ഷേ അതിനുശേഷം ഒരു കുറ്റബോധം തോന്നുക. അപ്പോൾ അത് ആ കലോറീസ് ബേൺ ചെയ്ത് കളയാൻ വേണ്ടി എക്സസീവായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ ഫാസ്റ്റ് ചെയ്യുക, അതുപോലെ കഴിച്ച ഭക്ഷണം വൊമിറ്റ് ചെയ്ത് തൊണ്ടയിലൊക്കെ കൈയിട്ട് വൊമിറ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ സിംറ്റംസ് ഉള്ള ഒരു സൈക്കാട്രിക് ഈറ്റിംഗ് ഡിസോർഡറാണ് ബുലീമിയ. അത് ട്രീറ്റ് ചെയ്യാൻ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അടുത്തൊരു കണ്ടീഷൻ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇത് ലാർജ് ഇൻറ്റസ്റ്റൈനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ക്രോണിക് ഡിസോർഡറാണ്. ഈ ഡിസോർഡറുള്ള ആൾക്കാർക്ക് ബവൽ അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ചിലർക്ക് ഡയേറിയ, വയറിങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥയുണ്ടാവും. അതിനാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാം കൂടിയുള്ള ഒരു കണ്ടീഷനാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അടുത്തൊരു കണ്ടീഷൻ ഹൈപ്പർകൈനേഷ്യ ഇൻ ചിൽഡ്രൻ. ചില കുട്ടികൾ ഓവർ ആക്റ്റീവ് ആയിരിക്കും, കൂടാതെ അവർക്ക് ഏകാഗ്രത കുറവായിരിക്കും. ഇങ്ങനെ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഡ്രഗും കൂടിയാണ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്. അടുത്തൊരു കണ്ടീഷൻ കാറ്റപ്ലെക്സി അസോസിയേറ്റഡ് വിത്ത് നാർക്കോലെപ്സി. നാർക്കോലെപ്സി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ നേരം ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. വളരെ ഡീപ്പ് സ്ലീപ്പ്, വളരെ നേരം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡീപ്പ് സ്ലീപ്പാണ് നാർക്കോലെപ്സി. അപ്പോൾ ഈ നാർക്കോലെപ്റ്റിക് പേഷ്യൻസിന് ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് കാറ്റപ്ലെക്സി എന്നുള്ളത്. കാറ്റപ്ലെക്സി എന്നുള്ളത് മസിൽ ടോൺ കുറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ നാർക്കോലെപ്സി എന്നുള്ള കണ്ടീഷനുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കാറ്റപ്ലെക്സി ട്രീറ്റ് ചെയ്യാനും ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് യൂസ് ചെയ്യുന്നു. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ആൻറ്റി കോളിനർജിക് എഫക്ട്സ്. ഇതിൽ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഡ്രൈ മൗത്ത് ഉണ്ടാക്കും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും, യൂറിനറി റിട്ടൻഷൻ അല്ലെങ്കിൽ യൂറിൻ ഔട്ട്ഫ്ലോ ഉണ്ടാവാത്ത കണ്ടീഷൻ, അതുപോലെ ബ്ലേഡ് വിഷൻ വരാനുള്ള കാരണം ഒന്ന് മിഡ്രിയാസിസ് ആണ്, പ്യൂപ്പിലിൻ്റെ ഡൈലേഷൻ. അടുത്തത് സൈക്ലോപ്ലെജിയ അല്ലെങ്കിൽ ഐസിലെ സിലിയറി മസിൽസിൻ്റെ പാരാലിസിസ്, അതിനെയാണ് സൈക്ലോപ്ലെജിയ എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷനും കൊണ്ടുണ്ടാവുന്ന ബ്ലേഡ് വിഷൻ, കൂടാതെ നോസിയ, വോമിറ്റിംഗ് ഒക്കെ, ഇതിനെല്ലാം കലക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ആൻറ്റി കോളിനർജിക് എഫക്റ്റ് എന്നുള്ളത്. അടുത്ത അഡ്വേഴ്സ് എഫക്റ്റ് കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിൽ പോസ്ചറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇതൊരു നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ പോയിൻ്റ് കൂടിയാണ്. പേഷ്യൻസിന് കൊടുക്കേണ്ട അഡ്വൈസ് പൊസിഷൻ ചേഞ്ചസ് സ്ലോ ആക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ കടന്ന പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് എണീച്ച് നിൽക്കുമ്പോഴത്തേക്ക് ബ്ലഡ് പ്രഷർ കുറയും, പേഷ്യൻ്റ് പ്രഷർ കുറഞ്ഞ് വീഴുന്ന അവസ്ഥ ഉണ്ടാവും. സോ അത് അഡ്വൈസ് ചെയ്യണം പേഷ്യൻറ്റിനെ. പൊസിഷൻ ചേഞ്ചസ് സ്ലോ ആക്കണം എന്നുള്ളത്. കടക്കുക, പിന്നീട് ഇരിക്കുക, സാവധാനം എഴുന്നേൽക്കുക, ആ ഒരു രീതി ഇങ്ങനെയുള്ള പേഷ്യൻസ് തുടരണം. അടുത്തത് ടാക്കിക്കാർഡിയ, ഹാർട്ട് റേറ്റ് കൂടും. കണ്ടക്ഷൻ ഡിഫക്റ്റ്, ഹാർട്ടിൻ്റെ കണ്ടക്ഷൻ സിസ്റ്റത്തിൽ പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ അരിത്മിയ ഉണ്ടാവും. കൂടാതെ വെൻട്രിക്കുലാർ ഡിഫക്റ്റ്, ഇതും അരിത്മിയയിലേക്ക് നയിക്കും.
CNSൽ ഈ ഡ്രഗ്സ് ഡ്രോസിനസ് ഉണ്ടാക്കും, സെഡേഷൻ ഉണ്ടാക്കും, ഡിസിനസ് ഉണ്ടാക്കും. അപ്പോൾ ഇതും നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ പോയിൻ്റാണ്. ഡ്രൈവ് ചെയ്യുക, ഹെവി മിഷനറി ഓപ്പറേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം. മറ്റ് അഡ്വേഴ്സ് എഫക്ട്സ് ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ബൈലിൻ്റെ ഫ്ലോ തടസ്സപ്പെടുന്നത് കാരണം ഉണ്ടാവുന്ന ജോണ്ടിസ് ആണ്. ഇത് പെർമനൻറ്റ് ഒബ്സ്ട്രക്ഷൻ അല്ല, റിവേഴ്സിബിൾ കണ്ടീഷനാണ്. മറ്റൊരു കാര്യം ല്യൂക്കോപീനിയ, WBC കൗണ്ട് കുറയുന്ന ഒരു സിറ്റുവേഷൻ. അടുത്തത് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് ആണ്. ഡ്രഗ് ഇൻട്രാക്ഷനിൽ ഫസ്റ്റ് ടൈപ്പ് ഫാർമക്കോകൈനറ്റിക് ഇൻട്രാക്ഷൻ ആണ്. ഫാർമക്കോകൈനറ്റിക് ഇൻട്രാക്ഷൻസിൽ രണ്ട് ഡ്രഗ്സ് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ പാറ്റേൺ മറ്റേ ഡ്രഗ് ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻട്രാക്ഷനെയാണ് ഫാർമക്കോകൈനറ്റിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിനൈറ്റോയിൻ, ഫിനൈൽ ബ്യൂട്ടസോൺ, ആസ്പിരിൻ, ഹയോസിൻ, ക്ലോർപ്രോമാസിൻ ഈ പറഞ്ഞ ഡ്രഗ്സിൻ്റെ ഏതെങ്കിലും ഡ്രഗ്സിൻ്റെ കൂടെ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുമ്പോൾ ഫാർമക്കോകൈനറ്റിക് ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുന്ന ഫാർമക്കോകൈനറ്റിക് ഇൻട്രാക്ഷൻ പ്രോട്ടീൻ ബൈൻഡിങ്ങിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. പ്രോട്ടീൻ ബൈൻഡിങ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേമാണ്. ഡ്രഗ് ബ്ലഡിൽ എത്തിക്കഴിയുമ്പോൾ ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീൻസുമായിട്ട് ബൈൻഡിങ് നടക്കുന്നുണ്ട്. ഈ ബൈൻഡിങ്ങിന് ശേഷം ഡ്രഗ് പല സൈറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവിടെ വെച്ച് ഈ ബൈൻഡിങ്ങിൽ നിന്ന് റിലീസ് ചെയ്ത് ആ പർട്ടിക്കുലർ സൈറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രോട്ടീൻ ബൈൻഡിങ് എന്നുള്ള പ്രോസസ്സ് ഇത് ബ്ലഡ് പ്രോട്ടീനുമായിട്ട്, പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് മാത്രമല്ല ടിഷ്യൂ, പല ഏരിയാസിലുള്ള ടിഷ്യൂസിലുള്ള പ്രോട്ടീൻസുമായിട്ടും ഡ്രഗ് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രോട്ടീൻ ബൈൻഡിങ്ങിനെയാണ് ഈ ഇൻട്രാക്ഷൻസ് എഫക്റ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫിനൈറ്റോയിനും ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസും കഴിക്കുന്ന ഒരു പേഷ്യൻറ്റ്. എക്സാമ്പിൾ, ഒരു പേഷ്യൻറ്റിന് എപ്പിലെപ്സിയും ഉണ്ട്, കൂടാതെ ഡിപ്രഷനും ഉണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് ഈ രണ്ട് ഡ്രഗ്സും കഴിക്കും. ഫിനൈറ്റോയിൻ എപ്പിലെപ്സിക്ക് കഴിക്കുന്ന ഡ്രഗും ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഡിപ്രഷൻ എന്നുള്ള കണ്ടീഷന് കഴിക്കുന്ന ഡ്രഗുമാണ്. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ഫിനൈറ്റോയിൻ എന്നുള്ള ഡ്രഗ് പ്രോട്ടീൻ ബൗണ്ടായിട്ടുള്ള ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിനെ ആ സൈറ്റിൽ നിന്ന് മാറ്റി ആ ബൈൻഡിങ് സൈറ്റിൽ അറ്റാച്ച് ആവും. ഫിനൈറ്റോയിൻ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിനെ പ്രോട്ടീൻ ബൈൻഡിങ് സൈറ്റിൽ നിന്ന് മാറ്റി ഫിനൈറ്റോയിൻ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഫ്രീ ഡ്രഗായി മാറും, ഫ്രീ ആയിട്ട് മാറും. അപ്പോൾ ആദ്യത്തെ ബൈൻഡിങ് ഉണ്ടായിരുന്നത് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസും പ്രോട്ടീൻസുമായിട്ടാണ്. ആ ബൈൻഡിങ് മാറി ഇനി ഫിനൈറ്റോയിൻ വരുമ്പോഴത്തേക്ക് ഫിനൈറ്റോയിനും പ്രോട്ടീനുമായിട്ട് ബൈൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഫ്രീ ആയിട്ട് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഫ്രീ ആയി മാറും. അപ്പോൾ ഓർക്കേണ്ടത് എപ്പോഴും ഫ്രീ ഡ്രഗ്സിന് മാത്രമേ ആക്ഷനുള്ളൂ. അപ്പോൾ ഒരു ഡ്രഗ് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷനിൽ അതിന് ആക്ടിവിറ്റി ഇല്ല, അത് ഇനാക്റ്റീവാണ്. എപ്പോഴാണോ ഡ്രഗ് ഫ്രീ ആവുന്നത് ആ കണ്ടീഷനിലാണ് ഡ്രഗിന് ആക്ടിവിറ്റി, ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഒരുപാട് കോൺസെൻട്രേഷൻ ഫ്രീ ആയി മാറും. അങ്ങനെ ഒരുപാട് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഫ്രീ ആയി നിൽക്കുമ്പോഴത്തേക്ക് ഓവർ ആക്ടിവിറ്റി വരും, അല്ലെങ്കിൽ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ ടോക്സിസിറ്റി വരും. അത് കാരണം ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് കൂടും. അപ്പോൾ ഇവിടെ ഫിനൈറ്റോയിൻ മാത്രമല്ല, TCAൻ്റെ കൂടെ ഫിനൈൽ ബ്യൂട്ടസോണോ അല്ലെങ്കിൽ ആസ്പിരിനോ അല്ലെങ്കിൽ ഹയോസിനോ അല്ലെങ്കിൽ ക്ലോർപ്രോമാസിനോ ഏത് ഡ്രഗ് കഴിച്ചാലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രഗ്സ് കഴിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ ഡോസ് കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഇൻട്രാക്ഷൻ കൈനറ്റിക് ഇൻട്രാക്ഷൻസ് ഓർത്തിരിക്കണം. അതിനുള്ള എക്സാമ്പിൾ, ഇതിലുള്ള ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കണം. അടുത്തൊരു ഇൻട്രാക്ഷൻ ഫാർമക്കോകൈനറ്റിക് ഇൻട്രാക്ഷൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ, ഈ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ വേറെ ഏതെങ്കിലും ഒരു ഡ്രഗ്
എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻറ്ററാക്ഷൻസിനെയാണ് ഫാർമക്കോകൈനറ്റിക് ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിളിൽ എൻസൈം ഇൻഡ്യൂസേഴ്സ് ആയിട്ടുള്ള ബാർബിറ്റുറേറ്റ്സ് ആൻഡ് ഫിനൈറ്റോയിൻ. ബാർബിറ്റുറേറ്റ്സിന് എക്സാമ്പിളാണ് ഫിനോബാർബിറ്റോൺ. കൂടാതെ മറ്റൊരു ഡ്രഗ് ഫിനൈറ്റോയിൻ എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന ഡ്രഗാണ്. ഈ രണ്ട് ഡ്രഗും ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാർബിറ്റുറേറ്റ്സും ഫിനൈറ്റോയിനും എൻസൈം ഇൻഡ്യൂസേഴ്സ് ആയതുകൊണ്ട് എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്നത് കൊണ്ട് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ മെറ്റബോളിസം കൂടും. അങ്ങനെ മെറ്റബോളിസം കൂടുമ്പോൾ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ ആക്ഷൻ കുറയും. അടുത്തൊരു ഇൻറ്ററാക്ഷൻ, ഇതും ഫാർമക്കോകൈനറ്റിക് ഇൻറ്ററാക്ഷൻ ആണ്. ഇതും മെറ്റബോളിസത്തിനെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഈ കേസിൽ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എൻസൈം ഇൻഹിബിറ്റേഴ്സ്. നേരത്തെ പറഞ്ഞത് എൻസൈം ഇൻഡ്യൂസേഴ്സ് ആണ്, ഇവിടെ എൻസൈം ഇൻഹിബിറ്റേഴ്സ്. ഒരു എക്സാമ്പിളാണ് സിമെറ്റിഡിൻ. അൾസർ ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് സിമെറ്റിഡിൻ. സിമെറ്റിഡിൻ എന്നുള്ള ഡ്രഗ് എൻസൈം ഇൻഹിബിറ്റർ ആയതുകൊണ്ട് തന്നെ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറയും. എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറയുമ്പോൾ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ മെറ്റബോളിസം കുറയും. ഇങ്ങനെ മെറ്റബോളിസം കുറയുമ്പോഴത്തേക്ക് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടും. അത് കാരണം ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാവും. ഇനി നമ്മൾ പറയുന്നത് ഫാർമക്കോ ഡൈനാമിക് ഇൻറ്ററാക്ഷൻസ് ആണ്. ഈ ഇൻറ്ററാക്ഷൻസിൽ എപ്പോഴാണോ ഒരു ഡ്രഗിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസിനെ മറ്റൊരു ഡ്രഗ് എഫക്റ്റ് ചെയ്യുന്നത്, ആ കേസിനെയാണ് ഫാർമക്കോ ഡൈനാമിക് ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഇൻറ്ററാക്ഷൻസിന് അബ്സോർപ്ഷനുമായിട്ടോ മെറ്റബോളിസവുമായിട്ടോ ഡിസ്ട്രിബ്യൂഷനുമായിട്ടോ എക്സ്ക്രീഷനുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല. ഒരു ഡ്രഗിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ ആ ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനെ വേറെ ഏതെങ്കിലും ഒരു ഡ്രഗ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻറ്ററാക്ഷനെയാണ് ഫാർമക്കോ ഡൈനാമിക് ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ADME റിലേറ്റഡ് കാര്യങ്ങളും ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ റിലേറ്റഡ് കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഫാർമക്കോ ഡൈനാമിക് ഇൻറ്ററാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസും മറ്റേതെങ്കിലും CNS ഡിപ്രസൻസും ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ആക്ഷൻ കൂടും. ഒരു എക്സാമ്പിൾ, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസും ആൽക്കഹോളും ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ CNS ഡിപ്രഷൻ വളരെ കൂടുതലായിരിക്കും. അടുത്തൊരു ഫാർമക്കോ ഡൈനാമിക് ഇൻറ്ററാക്ഷൻ, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസും MAOI എന്ന് പറഞ്ഞാൽ ഇതേ ചാപ്റ്ററിൽ വരുന്നൊരു ഡ്രഗാണ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്. ഈ രണ്ട് ഡ്രഗ്സും ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ടോക്സിസിറ്റി ഉണ്ടാവും. രണ്ട് ഡ്രഗ്സിൻ്റെയും ടോക്സിസിറ്റി ഉണ്ടാവും. ഈ പറഞ്ഞ എക്സാമ്പിളും ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളും രണ്ടും സിനർജിസത്തിന് എക്സാമ്പിൾസാണ്. രണ്ട് ഡ്രഗ്സ് ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇരട്ടിയിലധികം ആക്ഷൻ ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷനെയാണ് സിനർജിസം എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിള്, ഇതും ഒരു ഡ്രഗ് ഇൻറ്ററാക്ഷനാണ്. ഇത് ആൻറ്റഗോണിസം എന്നാണ് പറയുന്നത്. ഈ എക്സാമ്പിളിൽ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസും മീഥൈൽ ഡോപ്പ അല്ലെങ്കിൽ ക്ലോണിഡിൻ, ഈ ഡ്രഗ്സ് ഏതെങ്കിലും കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ ആൻറ്റഗോണിസമാണ് ഉണ്ടാവുന്നത്. മീഥൈൽ ഡോപ്പയും ക്ലോണിഡിനും BP കുറയ്ക്കാൻ കൊടുക്കുന്ന ഡ്രഗ്സാണ്. പക്ഷേ ഈ ഡ്രഗ്സിൻ്റെ കൂടെ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ഈ BP കുറയ്ക്കുക എന്നുള്ള ആക്ഷൻ ബ്ലോക്ക് ചെയ്യപ്പെടും. മീഥൈൽ ഡോപ്പയ്ക്കും ക്ലോണിഡിനും BP കുറയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആൻറ്റി ഹൈപ്പർടെൻസീവ് ആക്ഷൻ നഷ്ടപ്പെടും. ഈ ഒരു ആക്ഷനെയാണ് ആൻറ്റഗോണിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, ഒരു ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനെ അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷനെ മറ്റൊരു ഡ്രഗ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആൻറ്റഗോണിസം എന്നാണ് പറയുന്നത്. ഇത്രയാണ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ് സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് SSRIs. ഇത് ഡിപ്രഷന് യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗാണ്. ഒരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു ഡ്രഗാണ്. ഇതിൻ്റെ മെക്കാനിസം,
സിമ്പിളാണ്. ഈ ഡ്രഗ്സ് സെറട്ടോണിൻ്റെ റീഅപ്ടേക്ക് ബ്ലോക്ക് ചെയ്യും. സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ നിന്ന് സെറട്ടോണിൻ റീഅപ്ടേക്ക് ചെയ്ത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് പോകുന്ന പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യും. ഇത് കാരണം സെറട്ടോണിൻ്റെ ആക്ഷൻ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ കൂടും. സെറട്ടോണിൻ്റെ കോൺസെൻട്രേഷനും ആക്ഷനും സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ കൂടും. അപ്പോൾ സെറട്ടോണിൻ നന്നായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡിപ്രഷൻ റിലീഫ് ഉണ്ടാവും. ആ ഫിഗർ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് തന്നെ മെക്കാനിസം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അടുത്തത് ഇതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. ഓറലി കൊടുത്താൽ നല്ല അബ്സോർപ്ഷൻ നടക്കുന്ന ഒരു ഡ്രഗാണ് SSRIs. SSRIസിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ്. ലിവറിലുള്ള സൈറ്റോക്രോം P450 എൻസൈം സിസ്റ്റമാണ് ഈ ഡ്രഗ്സിനെ മെറ്റബോളൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് മേജർ ഡിപ്രഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് SSRIs. മേജർ ഡിപ്രഷൻ്റെ മറ്റൊരു പേരാണ് എൻഡോജീനസ് ഡിപ്രഷൻ. എൻഡോജീനസ് ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാൻ ചില ആൾക്കാർക്ക് TCA കൊടുത്താലും ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് കൊടുത്താലും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കേസസ് ഉണ്ട്. ആ കേസുകളിൽ പോലും SSRIs യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കേസ് പാനിക് ഡിസോർഡേഴ്സാണ്. നേരത്തെ പറഞ്ഞു അതിനെക്കുറിച്ച്. ഇത് കൂടാതെ മറ്റെല്ലാ ടൈപ്പ് മേജർ ഡിപ്രസീവ് ഡിസോർഡേഴ്സിനെയും ട്രീറ്റ് ചെയ്യാനും SSRIs യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫ്ലൂഓക്സെറ്റിൻ എന്ന് പറഞ്ഞ SSRI ഡ്രഗിൻ്റെ ഡോസ് 20 mg ഡെയിലി ഇൻ ദ മോർണിംഗ്. ഗ്രാജുവലി ഡോസ് ഇൻക്രീസ് ചെയ്ത് 80 mg ട്വൈസ് ഡെയിലി എന്നുള്ള ആ ഒരു ഷെഡ്യൂളിലേക്ക് എത്തിക്കാൻ പറ്റും. അടുത്തത് SSRI ഡ്രഗ്സിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ്: ആങ്സൈറ്റി, ഡ്രൗസിനെസ്, കൺവൽഷൻ, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, സ്വെറ്റിംഗ്, ഡ്രൈ മൗത്ത്, നോസിയ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനൽ പെയിൻ, വെയ്റ്റ് ലോസ് എക്സെട്ര. അടുത്ത ക്ലാസ്സാണ് സെറട്ടോണിൻ ആൻഡ് നോർ അഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. ഷോർട്ട് ഫോമിൽ SNRI എന്നാണ് പറയുക. ഈ ഡ്രഗ്സിൻ്റെ മെക്കാനിസം ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ അതേ മെക്കാനിസമാണ്. അതേ ഫിഗറാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫിഗറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം. TCA ബ്ലോക്സ് എന്നുള്ളത് മാറ്റി SNRI ബ്ലോക്സ് എന്നാക്കി മാറ്റണം. അപ്പോൾ ഈ ഡ്രഗ്സ് ചെയ്യുന്നത് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ അതേ മെക്കാനിസമാണ്. എന്താണ്? നോർ എപ്പിനെഫ്രിൻ്റെയും സെറോട്ടോണിൻ്റെ മറ്റൊരു പേരാണ് 5-HT. നോർ എപ്പിനെഫ്രിൻ്റെയും സെറോട്ടോണിൻ്റെയും റീഅപ്ടേക്ക് SNRI ബ്ലോക്ക് ചെയ്യും. ഈ ക്ലാസ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് സിനാപ്റ്റിക് ലെഫ്റ്റിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഈ കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേക്ക് ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിലുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ചെയ്ത് അതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റി കൂടുമ്പോഴത്തേക്ക് ഡിപ്രഷൻ റിലീഫ് ഉണ്ടാവും. അമൈൻ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമുക്കറിയാം. അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ ആൻഡ് സെറോട്ടോണിൻ ഇതിൻ്റെ അണ്ടർ ആക്ടിവിറ്റിയാണ് ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡ്രഗ്സ് ചെയ്യുന്നത് സെറോട്ടോണിൻ്റെയും നോറെപ്പിനെഫ്രിൻ്റെയും ഓവർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത് വഴി ഡിപ്രഷൻ റിലീഫ് ഉണ്ടാക്കുന്നു. SNRI സെറോട്ടോണിൻ ആൻഡ് നോർ അഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. നോർ അഡ്രിനാലിൻ തന്നെയാണ് നോറെപ്പിനെഫ്രിൻ. രണ്ട് രീതിയിലും പറയാം, സെറോട്ടോണിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. SNRI എന്നുള്ള ഈ ക്ലാസ്സും TCAയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടിനും ഒരേ മെക്കാനിസമാണ്. പിന്നെ എന്താണ് ഇത് രണ്ട് ക്ലാസ്സായിട്ട് തിരിച്ചിരിക്കുന്നത്? ഇത് കെമിക്കൽ നേച്ചറിനനുസരിച്ചാണ്. TCA എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഡ്രഗ്സിൻ്റെയും സ്ട്രക്ചറിൽ സിമിലാരിറ്റി ഉണ്ട്. കെമിക്കൽ സ്ട്രക്ചറിൽ സിമിലാരിറ്റി ഉണ്ട്. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ആണ് അത്. അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിൽ 3 സൈക്കിൾസ്. അതേസമയം ആ ഒരു കെമിക്കൽ സ്ട്രക്ചറിൽ പെടാത്ത ഡ്രഗ്സ് എല്ലാം കൂടിയിട്ടാണ് SNRI എന്നുള്ള കാറ്റഗറിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ TCAയും SNRIയും മെക്കാനിസം സെയിമാണ്, പക്ഷേ കെമിക്കൽ നേച്ചർ വ്യത്യാസമാണ്. ഈ വ്യത്യാസം മാത്രമല്ല, TCAക്കുള്ള മെയിൻ പ്രോബ്ലം അതിന്
മറ്റ് പല റിസപ്റ്റേഴ്സിലും ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലൈക്ക് ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സിൽ, മസ്കാർണിക് റിസപ്റ്റേഴ്സിൽ, ആൽഫ 1 റിസപ്റ്റേഴ്സിൽ. ആൽഫ 1 എന്നുള്ളത് അഡ്രിനാലിൻ്റെ റിസപ്റ്റേഴ്സാണ്. ഇങ്ങനെയുള്ള മറ്റ് പല റിസപ്റ്റേഴ്സിലും ആക്ട് ചെയ്യാൻ പറ്റും TCAക്ക്. അങ്ങനെ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് സൈഡ് എഫക്റ്റ് കൂടുതലാണ്. അതിനൊരു എക്സാമ്പിളാണ് TCA ഉണ്ടാക്കുന്ന ആൻറ്റി കോളിനർജിക് അഡ്വേഴ്സ് എഫക്ട്സ്. ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ, യൂറിനറി ഇൻകോണ്ടിനൻസ്, ബ്ലേഡ് വിഷൻ, ഇങ്ങനെയുള്ള അഡ്വേഴ്സ് എഫക്റ്റിനെയൊക്കെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ആൻറ്റി കോളിനർജിക് എഫക്റ്റ്. അപ്പോൾ TCA, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്, ആൻറ്റി കോളിനർജിക് എഫക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആൻറ്റി കോളിനർജിക് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും. ഇതിന് കാരണം TCA മസ്കാർണിക് റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. മസ്കാർണിക് റിസപ്റ്റേഴ്സ് എന്നുള്ളത് അസറ്റൈൽ കോളിൻ ആക്ട് ചെയ്യുന്ന ഒരു റിസപ്റ്ററാണ്. അസറ്റൈൽ കോളിൻ ആക്ട് ചെയ്യുന്ന ഈ റിസപ്റ്റേഴ്സിനെ TCA ബ്ലോക്ക് ചെയ്യുന്നത് കാരണം വരുന്ന അഡ്വേഴ്സ് എഫക്ട്സിനെയാണ് നമ്മൾ ആൻറ്റി കോളിനർജിക് അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് TCAൻ്റെ ഒരു പ്രോബ്ലമാണ്. ആൻറ്റി കോളിനർജിക് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും. കൂടാതെ മറ്റു പല റിസപ്റ്റേഴ്സിലും ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹിസ്റ്റമിനിക് റിസപ്റ്റേഴ്സിൽ, അഡ്രിനാലിൻ്റെ റിസപ്റ്ററായിട്ടുള്ള ആൽഫ 1 റിസപ്റ്റേഴ്സിൽ ഒക്കെ ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി TCAക്ക് ഉണ്ട്. അപ്പോൾ ഈ കെമിക്കൽ ക്ലാസ്സിൽ പെടാത്ത മറ്റ് ചില ഡ്രഗ്സ്, ആ ഡ്രഗ്സിൻ്റെ പറയുന്ന പേരാണ് SNRI. SNRIക്ക് മെക്കാനിസം സെയിം ആണെങ്കിലും ആൻറ്റി കോളിനർജിക് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുപോലെ മറ്റ് പല റിസപ്റ്റേഴ്സിലും ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ SNRIക്ക് അഡ്വേഴ്സ് എഫക്ട്സ് കുറവാണ്. TCAയും SNRIയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് TCAയെക്കാട്ടിലും അഡ്വേഴ്സ് എഫക്റ്റ് കുറവായിട്ടുള്ള ഒരു ഡ്രഗാണ്, അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ് SNRI, സെലക്റ്റീവ് സെറട്ടോണിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. SNRIയുടെ യൂസസ്, ഡ്യൂലോക്സിറ്റിൻ എന്നുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്നത് മേജർ ഡിപ്രസീവ് ഡിസോർഡേഴ്സിലാണ്. വെൻലാഫാക്സിൻ എന്നുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്നത് മേജർ ഡിപ്രസീവ് ഡിസോർഡറിലാണ്, MDD. അടുത്ത ക്ലാസ് നോർ അഡ്രിനാലിൻ ആൻഡ് ഡോപ്പമിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, NDRIs. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം പേരിൽ തന്നെയുണ്ട്. ഈ ഡ്രഗ്സ് നോറെപ്പിനെഫ്രിൻ്റെയും ഡോപ്പമിൻ്റെയും റീഅപ്ടേക്ക് ബ്ലോക്ക് ചെയ്യും. നോറെപ്പിനെഫ്രിനും ഡോപ്പമിനും പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിലേക്ക് റീഅപ്ടേക്ക് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ ഡോപ്പമിൻ്റെയും നോറെപ്പിനെഫ്രിൻ്റെയും കോൺസെൻട്രേഷൻ കൂടും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിൽ ആക്ട് ചെയ്യും, നെർവ് കണ്ടക്ഷൻ നടക്കും. അപ്പോൾ അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള നോറെപ്പിനെഫ്രിൻ്റെയും ഡോപ്പമിൻ്റെയും ആക്ഷൻ കൂട്ടുന്ന ഏജൻസ് ആണ് NDRIസിൽ വരുന്നത്. അപ്പോൾ അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ഷൻ കൂടുമ്പോഴത്തേക്ക് ഡിപ്രഷൻ റിലീഫ് ഉണ്ടാവും. ഇതുവരെ 4 ക്ലാസ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് TCA ബ്ലോക്ക് ചെയ്യുന്നത് നോറെപ്പിനെഫ്രിൻ്റെയും സെറോട്ടോണിൻ്റെയും റീഅപ്ടേക്ക്. അടുത്തത് SSRI ബ്ലോക്ക് ചെയ്യുന്നത് സെറോട്ടോണിൻ്റെ മാത്രം റീഅപ്ടേക്ക്. അതുകൊണ്ടാണ് അതിനെ സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഡ്രഗ് SNRI, ഇത് ബ്ലോക്ക് ചെയ്യുന്നത് നോറെപ്പിനെഫ്രിൻ്റെയും സെറോട്ടോണിൻ്റെയും റീഅപ്ടേക്ക്. അടുത്ത ക്ലാസ് NDRI, ഇത് ബ്ലോക്ക് ചെയ്യുന്നത് നോറെപ്പിനെഫ്രിൻ്റെയും ഡോപ്പമിൻ്റെയും റീഅപ്ടേക്ക്. ഇത് മാത്രം ഓർത്തിരുന്നാൽ തന്നെ മെക്കാനിസം ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്ലാസ്സാണ് MAOIs, മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണ്. മോണോ അമൈൻ ഓക്സിഡേസ് എന്നുള്ള എൻസൈമിൻ്റെ റോൾ എന്താണ്? മോണോ അമൈൻ ഓക്സിഡേസ് ആണ് അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ മെറ്റബോളൈസിങ് എൻസൈം. അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, ഇതിനെ മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈമാണ് മോണോ അമൈൻ ഓക്സിഡേസ്.
അപ്പോൾ മോണോ അമൈൻ ഓക്സിഡേസിൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സാണ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്. മോണോ അമൈൻ ഓക്സിഡേസ് എൻസൈമിൻ്റെ ആക്ഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പമിൻ്റെയും നോറെപ്പിനെഫ്രിൻ്റെയും സെറോട്ടോണിൻ്റെയും മെറ്റബോളിസം കുറയും. മെറ്റബോളിസം കുറയുമ്പോഴത്തേക്ക് സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഇങ്ങനെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി കൂടും. അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോൾ ഡിപ്രഷൻ റിലീഫ് ഉണ്ടാവും. MAO ഇൻഹിബിറ്റേഴ്സിൻ്റെ യൂസസ് എഗോറാഫോബിയയുടെ ട്രീറ്റ്മെൻറ്റിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. എഗോറാഫോബിയ എന്നുള്ളത് ചില സിറ്റുവേഷൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ചില പ്ലേസസിനെ കുറിച്ചും ഒരു പേഴ്സൺ ഉണ്ടാവുന്ന എക്സസീവ് ഫിയറാണ്. ഫോർ എക്സാമ്പിൾ, എഗോറാഫോബിയ ഉള്ള ആൾക്കാർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ പോകാൻ പേടിയായിരിക്കും. അങ്ങനെയുള്ള പേടി മാറ്റാൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ എഗോറാഫോബിയ ഉള്ളവർക്ക് ചിലപ്പം അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ചെന്ന് പെടുമ്പോഴത്തേക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവും. ബ്രീത്ത്ലെസ്നെസ്, ഹാർട്ട് ബീറ്റ് കൂടുക, സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ, ആ എഗോറാഫോബിയ ട്രീറ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് മോണോ അമൈൻ ഓക്സിഡേസ്. അടുത്ത ഒരു യൂസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ്. ഏതെങ്കിലും ഒരു ഇഞ്ചുറി, ഒരു ആക്സിഡൻറ്റിന് ശേഷം പേഷ്യൻറ്റിനുണ്ടാവുന്ന സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ. അടുത്തത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ബുളീമിയ പോലെയുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. നന്നായിട്ട് കഴിക്കുക, പക്ഷെ അതിൽ ഗിൽറ്റ് തോന്നുക, കുറ്റബോധം തോന്നി അത് കുറയ്ക്കാൻ വേണ്ടി ആ കലോറീസ് ബേൺ ചെയ്യാനുള്ള ഒരു ശ്രമം, ഒരു ഡിസോർഡേഴ്സ്. അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യാം. ഇത് കൂടാതെ TCAയിൽ നിങ്ങൾ പഠിച്ച എല്ലാ യൂസസും ഇവിടെ എഴുതാം. പക്ഷേ TCA കൊടുത്തിട്ട് യൂസ്ഫുൾ ആവാത്ത കേസസ്, അതിനാണ് TCA റെസിസ്റ്റൻ്റ് കേസസ് എന്ന് പറയുന്നത്. അങ്ങനെ കേസുകളിലാണ് നമ്മൾ MAO ഇൻഹിബിറ്റേഴ്സ്, മോണോ അമൈൻ ഓക്സിഡേസസ് ഇൻഹിബിറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഇനി മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ്. ട്രെമേഴ്സ് ഉണ്ടാവാം, പോസ്ചറൽ ഹൈപ്പോടെൻഷൻ, കോൺസ്റ്റിപ്പേഷൻ, ബ്ലേഡ് വിഷൻ, ഡ്രൈ മൗത്ത്, യൂറിനറി റിറ്റൻഷൻ, ഡിഫിക്കൽട്ടി ഇൻ മിച്ചുറിഷൻ അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, കൺഫ്യൂഷൻ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, മെയിൽസിൽ സെമൻ ഇജാക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല, ഹാലൂസിനേഷൻ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ബോധം. അടുത്തത് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ ഡ്രഗ് ഇൻ്ററാക്ഷൻസ് ആണ്. മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് കഴിക്കുന്ന പേഷ്യൻസ് ഇനി പറയുന്ന ഏജൻസ് കൂടെ കഴിക്കാൻ പാടില്ലാത്തതാണ്. 1. അഡ്രിനാലിൻ കണ്ടെയ്നിങ് അനസ്തെറ്റിക്സ്. 2. ഫോർ എക്സാമ്പിൾ, ലിഗ്നോക്കെയിൻ്റെ കൂടെ അഡ്രിനാലിൻ യൂസ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. ലിഗ്നോക്കെയിൻ്റെ കൂടെ ലോക്കൽ അനസ്തെറ്റിക്സ് ആയിട്ട് അഡ്രിനാലിൻ യൂസ് ചെയ്യും. പക്ഷേ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് അങ്ങനെയുള്ള അനസ്തെറ്റിക്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് കൂടാതെ MAO ഇൻഹിബിറ്റേഴ്സിൻ്റെ കൂടെ എഫിഡ്രിൻ കണ്ടെയ്നിങ് ആസ്മാറ്റിക് പ്രിപ്പറേഷൻസ് കഴിക്കാൻ പാടില്ല. ആംഫിറ്റമൈൻ എന്നുള്ള CNS ഡിപ്രസൻറ്റ് കഴിക്കാൻ പാടില്ല. ഡോപ്പമിൻ ഇൻഫ്യൂഷൻ കൊടുക്കാൻ പാടില്ല. നോറെപ്പിനെഫ്രിൻ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പാടില്ല. ഐസോപ്രനാലിൽ നിന്നുള്ള ഇൻഫ്യൂഷൻ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് സിനർജിസം ഉണ്ടാവും. ഓൾറെഡി മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസ് ആണ്. അതിൻ്റെ കൂടെ സെയിം മെക്കാനിസം കാണിക്കുന്ന മറ്റ് ഏജൻസ് കൊടുക്കുമ്പോഴത്തേക്ക് സിനർജിസം ഉണ്ടാവുകയും അത് ലൈഫ് ത്രെട്ടനിങ് ആയി മാറാൻ ചാൻസ് ഉണ്ട്. അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വളരെ കൂടിയ ആക്ടിവിറ്റി ലൈഫ് ത്രെട്ടനിങ് ആണ്. നമുക്കറിയാം നോറെപ്പിനെഫ്രിനൊക്കെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന ഏജൻ്റാണ്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയും ലൈഫ് ത്രെട്ടനിങ് ആയി മാറുകയും ചെയ്യും.
അല്ലെങ്കിൽ BP വളരെ ഷൂട്ട് ചെയ്യും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ കൂടെ ഈ പറഞ്ഞ ഏജൻറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അടുത്തത്, മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ കൂടെ CNS ഡിപ്രസൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. അതിൻ്റെ കൂടെ CNS ഡിപ്രസൻസ് കഴിക്കുമ്പോഴത്തേക്കും 2 ആൻറ്റഗോണിസം ആണ് ഉണ്ടാകുന്നത്, ഓപ്പോസിറ്റ് ആക്ഷനാണ്. കൂടാതെ നാർക്കോട്ടിക് അനാൽജസിക്സ്, ആൻറ്റി കോളിനർജിക് ഡ്രഗ്സ് ഒന്നും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. ആൻറ്റി കോളിനർജിക്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിന് ഓൾറെഡി ഡ്രൈ മൗത്ത് പോലെയുള്ള അല്ലെങ്കിൽ യുറൈനറി റിട്ടൻഷൻ പോലെയുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ആൻറ്റി കോളിനർജിക് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതിൻ്റെ കൂടെ മറ്റ് ആൻറ്റി കോളിനർജിക് ഡ്രഗ്സ് കൂടി കഴിച്ചാൽ അങ്ങനെയുള്ള അഡ്വേഴ്സ് എഫക്റ്റ് കൂടുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ആൻറ്റി കോളിനർജിക്സ് കഴിക്കരുത് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ്. അതിലെ ഫസ്റ്റ് ഹെഡിങ് ആണ് അസസ്മെൻറ്റ് ആൻഡ് ഡ്രഗ് എഫക്ട്സ്. ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുന്ന പേഷ്യൻസിൻ്റെ മെൻ്റൽ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യണം. അത് തെറാപ്പി തുടങ്ങുന്നതിന് മുമ്പും ത്രൂ ഔട്ട് ദ തെറാപ്പിയും മോണിറ്റർ ചെയ്യണം. അവർക്ക് എന്തെങ്കിലും സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടോ, എസ്പെഷ്യലി ഏർലി തെറാപ്പിയിലാണ് സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ ഉണ്ടാവുക. പിന്നീട് അങ്ങോട്ട് അത് കുറയാറാണ് സാധാരണ കണ്ടുവരുന്നത്. പിന്നെ ഡ്രഗിൻ്റെ അവൈലബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇതിന് ചെറിയ അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. സോ അവൈലബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ഡ്രഗിൻ്റെ ഓവർഡോസ് ഉണ്ടാവും, പേഷ്യൻ്റ് ഒരുപാട് ഡ്രഗ് എടുത്ത് കഴിക്കുന്ന കണ്ടീഷനൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് പേഷ്യൻറ്റിന് ഡ്രഗിൻ്റെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ടോക്സിസിറ്റി ആൻഡ് ഓവർഡോസിൽ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ ടോക്സിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ കൂടെ തൈറമിൻ കണ്ടെയ്നിങ് ഫുഡ്സ്, ഫോർ എക്സാമ്പിൾ ചീസ് പോലെയുള്ള ഫുഡ് മെറ്റീരിയൽസ് കഴിക്കുമ്പോഴത്തേക്ക് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ഉണ്ടാവും. അപ്പോൾ ഈ ചീസിലൊക്കെ തൈറമിൻ ഒരുപാടുണ്ട്. ഈ തൈറമിൻ്റെ പ്രത്യേകത, തൈറമിൻ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡാണ്. ബ്ലഡിൽ തൈറമിൻ കൂടുമ്പോൾ അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് മോണോ അമൈൻ ഓക്സിഡേസ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഡ്രഗ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പോൾ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് മോണോ അമൈൻ ഓക്സിഡേസിനെ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം തൈറമിൻ്റെ മെറ്റബോളിസവും തൈറമിൻ്റെ ബ്രേക്ക് ഡൗണും അവിടെ പ്രിവെൻ്റ് ആവും. അപ്പോൾ ബ്ലഡിൽ തൈറമിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേക്ക് ബ്ലഡ് പ്രഷർ കൂടും. അപ്പോൾ ഇതുകൊണ്ടാണ് തൈറമിനുള്ള ഫുഡ് മോണോ അമൈൻ ഓക്സിഡേസിൻ്റെ കൂടെ കഴിക്കരുത് എന്ന് പറയുന്നത്. തൈറമിൻ്റെ ലെവൽ കൂടുന്നത് കാരണം ബ്ലഡ് പ്രഷർ കൂടും, അത് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ഉണ്ടാവും. അതുകൊണ്ട് ചീസ് പോലെയുള്ള ഫുഡ് മോണോ അമൈൻ ഓക്സിഡേസിൻ്റെ കൂടെ കഴിക്കരുത് എന്നുള്ള കാര്യം പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യണം. മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ ടോക്സിസിറ്റിയുടെ സൈൻസ് ചെസ്റ്റ് പെയിന്, ഹെഡേക്ക്, നോസിയ, വോമിറ്റിങ്, ഫോട്ടോ സെൻസിറ്റിവിറ്റി, പ്യൂപ്പിൽ എൻലാർജ്മെൻറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഇൻട്രാവീനസ് റൂട്ടിൽ ഫെൻറ്റോലമൈൻ എന്നുള്ള ഡ്രഗാണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത ഇംപ്ലിമെൻറ്റേഷൻ പോയിൻറ്റിൽ ഇതിലെ മിക്കവാറും എല്ലാ ഡ്രഗ്സിനും സെഡേഷൻ ഉണ്ടാക്കാനുള്ള പൊട്ടൻസി ഉണ്ട്. സോ ബെഡ് ടൈമിൽ കൊടുക്കുന്നതാണ് നല്ലത്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഡേ ടൈം സെഡേഷൻ എന്നുള്ള പ്രോബ്ലം ഉണ്ടാവില്ല. ഇപ്പോൾ മോർണിംഗ് കഴിക്കുകയാണെങ്കിൽ ഡേ ടൈമിൽ സെഡേഷൻ ഉണ്ടാവും. സോ ബെഡ് ടൈമിൽ കഴിക്കുന്നതാണ് നല്ലത്. പേഷ്യൻ്റ് ടീച്ചിങ്ങിൽ പേഷ്യൻറ്റിനോട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, CNS ഡിപ്രസൻസ് ആയിട്ടുള്ള ആൽക്കഹോൾ പോലെയുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യരുത് എന്നുള്ളത് പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യുക. ഇനി MAO ഇൻഹിബിറ്റേഴ്സ് കഴിക്കുന്ന ഡ്രഗ് ആണെങ്കിൽ തൈറമിനുള്ള ഫുഡ്സ്, തൈറമിനുള്ള ബിവറേജസ്, അതുപോലെ OTC ഡ്രഗ്സൊക്കെ കൂടെ കഴിക്കരുത് എന്നുള്ള കാര്യം അഡ്വൈസ് ചെയ്യുക. അത് തെറാപ്പി നടക്കുന്ന സമയത്തും തെറാപ്പി കഴിഞ്ഞ് 2 ആഴ്ച വരെയും ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത്രയും സമയമെടുക്കും ഈ ഡ്രഗ്സ് പൂർണ്ണമായിട്ടും ബോഡിയിൽ നിന്ന്
എലിമിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി. അഥവാ ഇതിൻ്റെ കൂടെ ഡ്രഗിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങൾ ചീസ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് വരും. അടുത്തൊരു കാര്യം, ഇതിൽ പല ഡ്രഗ്സും ഡ്രോസിനെസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സാണ്. അതുകൊണ്ട് ഡ്രൈവിങ്, ഹെവി മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നോ പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യാം. മറ്റൊരു കാര്യം, ചില ഡ്രഗ്സൊക്കെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ പൊസിഷൻ ചേഞ്ചസ് സാവധാനത്തിൽ വേണമെന്നുള്ള കാര്യം പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യാം. മറ്റൊരു കാര്യം, ഇതിൽ ചില ഡ്രഗ്സൊക്കെ ആൻറ്റിക്കോളിനർജിക് എഫക്ട്സ് ഉണ്ടാക്കും. ലൈക്ക് ഡ്രൈ മൗത്ത്, യൂറിനറി റിട്ടൻഷൻ, കോൺസ്റ്റിപ്പേഷനൊക്കെ. അങ്ങനെയുള്ള ഏതെങ്കിലും സൈഡ് എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ HCPനെ അറിയിക്കണം എന്നുള്ള കാര്യം പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യാം. ഡ്രൈ മൗത്ത് കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്ക് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക. ലൈക്ക് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വായ റിൻസ് ചെയ്യുക, വാട്ടർ ഉപയോഗിച്ച് റിൻസ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഷുഗർലെസ് ക്യാൻഡി ഏതെങ്കിലും ചവയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കൂടാതെ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക, കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടി ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടാം, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, അതുപോലെ എക്സസൈസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക. പേഷ്യൻ്റ് നിലവിൽ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെർബൽ പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറാപ്പി തുടങ്ങുന്നതിന് മുമ്പ് HCPനോട് പറയുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, ഒരു ഡിപ്രഷനുള്ളൊരു പേഷ്യൻ്റ് MAO ഇൻഹിബിറ്റേഴ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ സർജറിക്ക് മുമ്പ് അല്ലെങ്കിൽ അനസ്തേഷ്യ ചെയ്യുന്നതിന് മുമ്പ് ഈ ഡ്രഗ്സ് നിർത്തണം. അനസ്തേഷ്യ യൂസ് ചെയ്യുന്നതിന് 2 വീക്സ് മുമ്പായിട്ട് MAO ഇൻഹിബിറ്റേഴ്സ് നിർത്തേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സർജറി ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഡോക്ടറോട് ഇപ്പോൾ കഴിക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ആൻറ്റി ഡിപ്രസൻസ് എടുക്കുന്ന ആൾക്കാർ. ഇതൊക്കെ കൂടാതെ ഫാർമക്കോതെറാപ്പി മാത്രം പോരാ, സൈക്കോതെറാപ്പിയും കൂടെ വേണം. കൗൺസിലിങ്, റൊട്ടീൻ മോണിറ്ററിങ്, പ്രോഗ്രസ് ചെക്ക് ചെയ്യുന്നതിന് ഇടയ്ക്കിടെ ഡോക്ടറെ കാണുക, ഇങ്ങനെയുള്ള ഫോളോ അപ്പിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻറ്റി ഡിപ്രസൻസ്.